ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്, അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും മന്നം ജയന്തി ആഘോഷ ചടങ്ങിൽ സുകുമാരൻ നായർ പറഞ്ഞു. ഈ കാലാകാലങ്ങളിലായി നിലനിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യൻ്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും കൊണ്ട് ഉടുപ്പ് ഇടിയിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. അത് ഹിന്ദുവിൻ്റെ ആകട്ടെ, ഹിന്ദുവിൻ്റെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കാകട്ടെ ഉണ്ട്. ആ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഉടുപ്പ് ഇട്ട് കയറാനുള്ള ക്ഷേത്രമുണ്ട്. ഇക്കാര്യത്തിൽ ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സേഫ് സൈലാദ്യം ചേരുന്നുണ്ട്. സേഫ്, ഈ വിഷയത്തിൽ എന്താണ് സുകുമാരൻ നായരുടെ മുഖ്യമന്ത്രിക്കുള്ള മറുപടി? NSS സംസ്ഥാന സർക്കാരും തമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണി സർക്കാരും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അത് ഒരു പരസ്യമായ രഹസ്യമാണ്. 2016 അധികാരമേറ്റ സമയം മുതൽ തന്നെ പല വിഷയങ്ങളിലും NSS സർക്കാർ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് NSS ആയിരുന്നു. മുഖ്യമന്ത്രി വേറൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട്, ഇടതുമുന്നണി സർക്കാർ വേറൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ സംസ്ഥാനമുടനീളം സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി NSS ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ NSS സർക്കാർ പോര് കാണുന്നത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലാണ്. പരസ്യമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ VK പ്രശാന്തിനെതിരെ രംഗത്ത് വരികയും NSS അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് NSSന്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുകയെല്ലാം ചെയ്തു. പിന്നീട് പരസ്യമായ പോര് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായ പോരിലേക്ക് സമീപകാലത്തൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രി ശിവഗിരി മഠത്തിൽ എത്തിയാണ്. SNDP NSS തമ്മിലുള്ള പോരൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ശിവഗിരി മഠത്തിൽ എത്തിയാണ് അവിടെ സച്ചിദാനന്ദ സ്വാമി ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഷർട്ടൂരി കയറുന്ന പരിപാടി അവസാനിപ്പിക്കണം, അത് SNDPയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ അത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ മുൻകൈയെടുത്താൽ ഞങ്ങൾ അതിനോട് സഹകരിക്കും, എല്ലാ ദേവസ്വം ബോർഡ് സർക്കാരും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നൊക്കെ സച്ചിദാനന്ദ സ്വാമി പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തൊട്ടു പിന്നാലെ സംസാരിക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനം NSSന്റെ ജനറൽ സെക്രട്ടറിയായ ഈ സുകുമാരൻ നായർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. ഇത് ആചാരത്തിൽ തൊട്ടുള്ള ഒരു കളിയായിട്ടാണ് NSS ഇതിനെ കാണുന്നത്. ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് അങ്ങനെ മാറ്റിമറിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പാവില്ല എന്നൊരു ധ്വനി അദ്ദേഹത്തിൻ്റെ വാചകത്തിലുണ്ട്. അതായത് നേരത്തെ ഇങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചു. അതേപോലെ തന്നെയാണ് ഇത് എന്ന് അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലൂടെ അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. ഈ ക്ഷേത്രങ്ങൾ ഷട്ടിട്ട് കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്, ഷട്ട് ഇടാതെ കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ആചാരങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഷട്ടിട്ട് കയറുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അങ്ങനെ കയറട്ടെ, ഷട്ട് ഇടാതെ കയറുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആചാരങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. തുടർച്ചയായി അത് ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു വർഗീയ സ്വഭാവത്തിൻ്റെ ചില ഒരു ഘടന കൂടി നമുക്കതിനെ കാണാൻ കഴിയും. മറ്റുള്ള മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഇവരുടെ ആചാരങ്ങളിൽ കയറി ഇടപെടുമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായില്ല, ശിവഗിരി മഠം പറഞ്ഞത് ശരിയായില്ല. അത് ഷട്ടിട്ട് കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ഷട്ടിട്ട് കയറട്ടെ, കയറാൻ പറ്റാത്ത ക്ഷേത്രങ്ങളിൽ അങ്ങനെ കയറട്ടെ എന്ന നിലപാടിലേക്ക് NSS എത്തിച്ചേരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു നേർക്കുനേർ പോരാട്ടം. സുകുമാരൻ നായർ പ്രസ്താവനയൊക്കെ ഇറക്കി മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇന്ന് മന്നം ജയന്തി ദിനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് മാധ്യമ വാർത്തയായി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊടുവിൽ പറയുന്നുണ്ട്, ഇത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാട്ടത്തിലേക്ക് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ എത്തി എന്നുള്ളത് കൂടിയാണ് സൈഫ്. അതെ, അത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ ഒരു തുടർച്ചയായി വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം ധന്യ.
പ്രസ്താവനകളിലൂടെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ജി സുകുമാരൻ നായർ ഇപ്പോൾ പെട്ടെന്ന് രംഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തല ആ വേദിയിൽ ഉണ്ടാകുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. CPM ആണെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ സമുദായത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരോക്ഷമായെങ്കിലും തള്ളിപ്പറഞ്ഞുകൊണ്ട് വരുന്നു. എന്നിട്ട് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന് പറയുന്നു. പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ആചാരത്തിനെതിരെ മുഖ്യമന്ത്രി ഇത് പറയുമോ എന്നുള്ളൊരു ആയുധം കൂടി അവിടെ സുകുമാരൻ നായർ ഉപയോഗിച്ചു അല്ലേ? സുകുമാരൻ നായരുടെ വാക്കുകളിൽ അതുണ്ട്. ഈ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനകത്തൊക്കെ മാറ്റിമറിക്കാം എന്ന് എല്ലായ്പ്പോഴും വിചാരിക്കുന്നത് തെറ്റാണ്, നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനൊപ്പം നിങ്ങൾ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരത്തിൽ കയറി ഇങ്ങനെ ഇടപെടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് മറുപടി പറഞ്ഞു പോകേണ്ട വിഷയമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എത്രത്തോളം മറുപടി പറയും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇതിനകത്ത് ഇനി നമുക്ക് അറിയേണ്ടത് SNDP യോഗത്തിൻ്റെ ഒരു നിലപാട് ആണ്. ശിവഗിരി മഠം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോൾ സാജിദ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം തൊട്ട് പിന്നാലെ സാജിദിൻ്റെ പ്രതികരണം വരുമല്ലോ, സ്വാഭാവികമായിട്ട് സാജിദ് ബൈറ്റ് എടുത്ത് വരും. അപ്പോൾ ശിവഗിരി മഠം അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് SNDP യോഗം ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. SNDPയും NSSും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ, സാമുദായിക സംഘടനകൾ, ഇവർ തമ്മിൽ നേർക്കുനേർ കണ്ടാൽ എന്താകും എന്നുള്ള അവസ്ഥയൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിൽ കണ്ടല്ലോ. ഒരു ഘട്ടത്തിൽ അവർ യോജിച്ചു, പിന്നീട് അവർ വേർപിരിഞ്ഞു. ഇനി അവർ അങ്ങനെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമായി അതൊക്കെ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. NSS എന്തായാലും മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി SNDPയുടെ നിലപാടാണ് ഈ വിഷയത്തിൽ പുറത്തു വരാൻ ഉള്ളത്. ധന്യ. ശരി സൈഫ്.